dear students, welcome back to National Academy. അപ്പോൾ നമ്മൾ ഇന്ന് കെമിസ്ട്രിയുടെ തേർഡ് സീരീസ് അല്ലെങ്കിൽ തേർഡ് ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ദ പീരിയോഡിക് ടേബിൾ ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. പീരിയോഡിക് ടേബിൾ എങ്ങനെയാണ് വന്നത്, അതിൽ ഓരോ എലമെന്റ്സിനെ നമ്മൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ആദ്യം നമ്മുടെ 1870 JW ഡൊബ്രൈനർ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് ആണ് എലമെന്റ്സുകൾ അല്ലെങ്കിൽ ആറ്റങ്ങളെ ഗ്രൂപ്പായിട്ട് അറേഞ്ച് ചെയ്തത്. അദ്ദേഹം 3 എലമെന്റ്സിനെ ഓരോ ഗ്രൂപ്പുകളായിട്ട് അറേഞ്ച് ചെയ്തു. ആ 3 എലമെന്റ്സിലെ മിഡിൽ എലമെന്റ്സിന്റെ അറ്റോമിക് വെയിറ്റ് എന്ന് പറയുന്നത് അതിന്റെ 2 സൈഡിലുള്ള എലമെന്റ്സിന്റെ അറ്റോമിക് വെയിറ്റിന്റെ അരിത്തമാറ്റിക് മീൻ ആണെന്നുള്ള ആ ഒരു രീതിയിലാണ് അദ്ദേഹം ചെയ്തത് എലമെന്റ്സിനെ ഗ്രൂപ്പ് ചെയ്തത്. പിന്നീട് 1863 JAR ന്യൂലാൻഡ്സ് എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് ചെയ്തു, പുതിയൊരു ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് കൊണ്ടുവന്നു. അദ്ദേഹം എലമെന്റ്സിനെ ക്ലാസിഫൈ അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്തത് 8, അതായത് ഒരേ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന 8 എലമെന്റ്സിനെ ഒരു ഗ്രൂപ്പാക്കി. അങ്ങനെ ലോ ഓഫ് ഒക്ടേവ്സിനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം ചെയ്തത് എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തത്. പിന്നീട് നമ്മുടെ മെൻഡലീവ്സ് ആണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ ആ ഒരു അപ്രോച്ചിലേക്ക് എത്തിച്ചേർന്നത് മെൻഡലീവ്സിന്റെ പീരിയോഡിക് ടേബിളിൽ നിന്നാണ്. മെൻഡലീവ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1869 മെൻഡലീവ് ചെയ്തത് നമ്മുടെ എലമെന്റ്സിന്റെ അറ്റോമിക് വെയിറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ അവരുടെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ചൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി നടത്തി അതിന്റെ ബേസിക്സിൽ അദ്ദേഹം ചെയ്തു ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്തു. ആ ടേബിളിനകത്ത് അറ്റോമിക് വെയിറ്റ് കൂടുന്ന ക്രമത്തിൽ, അതായത് അറ്റോമിക് വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ക്രമത്തിൽ അദ്ദേഹം എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തു. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ 8 എലമെന്റ്സിനും ഫസ്റ്റ് എലമെന്റിന്റെ പ്രോപ്പർട്ടിയുമായിട്ട് ഒരു സിമിലാരിറ്റി ഉണ്ട് എന്ന് അദ്ദേഹം ചെയ്തു കണ്ടെത്തി. ഫൗണ്ട് ദാറ്റ് എവറി 8th element had a property similar to that of first element. ഓക്കെ, അതിനുശേഷമാണ് നമ്മുടെ മോഡേൺ അപ്രോച്ച് കൊണ്ടുവന്നത്. 1913 അതുപോലെ തന്നെ നമ്മുടെ മോസ്ലെ നയിച്ച ഒരു ടീമാണ് ഈ ഒരു മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന കൺസെപ്റ്റിലേക്ക് എത്തിച്ചേർന്നത്. അവരെന്താ ചെയ്തെന്ന് വെച്ചാൽ അറ്റോമിക് നമ്പർ എന്ന കൺസെപ്റ്റ് അദ്ദേഹം ഡിസ്കവർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന ക്രമത്തിൽ അദ്ദേഹം ചെയ്തു ഈ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തു. ആ അറ്റോമിക് നമ്പർ ഒരു ഫംഗ്ഷൻ ആയിട്ട് എടുത്ത് അല്ലെങ്കിൽ അറ്റോമിക് നമ്പറെ ഡിപ്പെൻഡ് ചെയ്ത് എലമെന്റ്സിനെ അറേഞ്ച് ചെയ്യുന്ന ലോ ആണ് മോഡേൺ പീരിയോഡിക് ലോ എന്ന് പറയുന്നത്. സോ മോഡേൺ പീരിയോഡിക് ലോ സ്റ്റേറ്റ് ദാറ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ എലമെന്റ്സ് ആർ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദെയർ അറ്റോമിക് നമ്പർ. അതായത് എലമെന്റ്സിന്റെ പ്രോപ്പർട്ടി അവരുടെ അറ്റോമിക് നമ്പറിന്റെ ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആയിരിക്കുന്നു. ആ കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മോഡേൺ പീരിയോഡിക് ടേബിൾ ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, മോഡേൺ പീരിയോഡിക് ടേബിളിൽ ടോട്ടലി 18 വെർട്ടിക്കൽ കോളംസ് ആണുള്ളത്. ഓക്കെ, 18 വെർട്ടിക്കൽ കോളംസ് ആണുള്ളത്. അതിനെ നമ്മൾ ഗ്രൂപ്പ്സ് എന്നും 7 ഒറിസോണ്ടൽ റോസ് ആണുള്ളത്. അതിനെ നമ്മൾ പീരിയഡ്സ് എന്നും പറയും. ഓക്കെ, അതുപോലെ തന്നെ ടോട്ടലി 114 എലമെന്റ്സ് അല്ലെങ്കിൽ 114 എലമെന്റ്സ് ആണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ ഉള്ളത്. അതിൽ ആദ്യത്തെ 90 എലമെന്റ്സും നാച്ചുറൽ ആണ്, ബാക്കി എലമെന്റ്സ് ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ മാൻമെയ്ഡ് എലമെന്റ്സ് ആണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് ഗ്രൂപ്പ് 1 എലമെന്റ്സിനെ നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്നും ഗ്രൂപ്പ് 2 എലമെന്റ്സിനെ നമ്മൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നും ഗ്രൂപ്പ് 3 to 12 എലമെന്റ്സിനെ നമ്മൾ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നും ഗ്രൂപ്പ് 16 എലമെന്റിനെ നമ്മൾ ചാൾക്കോജൻസ് എന്നും ഗ്രൂപ്പ് 17 എലമെന്റ്സിനെ നമ്മൾ ഹാലജൻസ് എന്നും ഗ്രൂപ്പ് 18 എലമെന്റ്സിനെ നമ്മൾ നോബൽ ഗ്യാസസ് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. അതായത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷെല്ലിനകത്ത്, അതായത് ഒരു ആറ്റത്തിനകത്ത് കുറേ ഷെല്ലുകളുണ്ട്, ആ ഷെല്ലിനകത്ത് കുറേ സബ് ഷെല്ലുകളുണ്ട്. അങ്ങനെ വരുന്ന സബ് ഷെല്ലുകളാണ് SP-D-F എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ അതിൽ എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വരുന്ന എലമെന്റ്സുകൾ ഏതൊക്കെയാണ്? ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും ആണ് എസ് ബ്ലോക്കിൽ വരുന്നത്. പി ബ്ലോക്കിൽ വരുന്ന ഏതാണ്? ഗ്രൂപ്പ് 13 to 18 വരുന്ന എലമെന്റ്സ് ആണ് പി ബ്ലോക്കിൽ വരുന്നത്. നെക്സ്റ്റ് ഡി ബ്ലോക്ക് എലമെന്റ്സിൽ വരുന്നത് ഗ്രൂപ്പ് 3 to 12 എലമെന്റ്സ് ആണ് ഡി ബ്ലോക്കിൽ വരുന്നത്. അതിൽ ലാന്തനോയിഡും ആക്ടിനോയിഡും ഒഴികെ ഗ്രൂപ്പ് 3 to 12 വരുന്ന എലമെന്റ്സ് ഡി ബ്ലോക്കിലും ലാന്തനോയിഡും ആക്ടിനോയിഡും എഫ് ബ്ലോക്കിലുമാണ് വരുന്നത്. ലാന്തനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ 58 to 71 വരെയുള്ള എലമെന്റ്സും ആക്ടിനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ 90 to 103 വരെയുള്ള എലമെന്റ്സും ആണ് ആക്ടിനോയിഡ്. ഈ ലാന്തനോയിഡും ആക്ടിനോയിഡും എഫ് ബ്ലോക്കിലാണ് വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് കുറച്ച് ഡെഫിനിഷൻസ് ആണ്. ഫസ്റ്റ് വൺ ഈസ് ദ അറ്റോമിക് സൈസ്. ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ് അറ്റോമിക് സൈസ് എന്ന്. ഓക്കെ, ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ സെൻട്രൽ നിന്ന് ആ ന്യൂക്ലിയസിന്റെ അതായത് 2 ആറ്റങ്ങൾ കൂടി ചേർന്ന് നിൽക്കുക. അപ്പോൾ ആ 2 ആറ്റത്തിന്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്?
ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത്. ആ ബോണ്ട് ലെങ്ത്തിന്റെ പകുതിയാണ് എന്ത് അതിന്റെ അറ്റോമിക് സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആറ്റത്തിന്റെ സെന്റർ ഓഫ് ന്യൂക്ലിയസിൽ നിന്ന് അത് ന്യൂക്ലിയസിന്റെ ഔട്ടർമോസ്റ്റ് പോയിന്റിലേക്ക് വരക്കുന്ന ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ, റേഡിയസ് ഓഫ് ന്യൂക്ലിയസിനെയാണ് നമ്മൾ അറ്റോമിക് സൈസ് എന്ന് പറയുന്നത്. അറ്റോമിക് സൈസ് ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം അറ്റോമിക് സൈസ് കൂടി വരുന്ന ക്രമത്തിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, പീരിയോഡിക് ടേബിൾ എലമെന്റുകളെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അടുത്തത് അയോണിക് സൈസ്. അറ്റോമിക് സൈസ് പോലെ തന്നെ അയോൺസിന്റെ സൈസിനെയാണ് നമ്മൾ അയോണിക് സൈസ് എന്ന് പറയുന്നത്. അയോണിക് സൈസ് നമ്മൾ ഗ്രൂപ്പിൽ താഴേക്ക് വരും തോറും അയോണിക് സൈസ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പോസിറ്റീവ് അയോൺസിന്റെ കേസിൽ പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും അയോണിക് സൈസ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നെഗറ്റീവ് അയോൺസിന്റെ കേസിലും പീരീഡ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും അയോണിക് സൈസ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്, ഡിക്ലൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ അയോണൈസേഷൻ എൻതാൽപ്പി. അയോണൈസേഷൻ എൻതാൽപ്പി ഈസ് ദ എനർജി required to remove the most loosely bonded electron from an atom in the gaseous state for a 1 mole of an element. അതായത് ഒരു മോൾ ഓഫ് എലമെന്റിന്റെ ഗ്യാസസ് സ്റ്റേറ്റിലിരിക്കുന്ന കണ്ടീഷനിൽ അതിന്റെ ആറ്റത്തിലുള്ള ഏറ്റവും ലൂസ്ലി ബൗണ്ടഡ് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ട എനർജി എത്രയാണോ അതിനെയാണ് നമ്മൾ അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് കിലോ ജൂൾ പെർ മോളിലാണ്. അയോണൈസേഷൻ എൻതാൽപ്പി നമ്മൾ പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് അയോണൈസേഷൻ എൻതാൽപ്പിയുടെ വാല്യൂ. അതുപോലെ തന്നെ ഗ്രൂപ്പിൽ നമ്മൾ അയോണൈസേഷൻ എൻതാൽപ്പി ഗ്രൂപ്പിൽ അപ്പിൽ നിന്ന് ഡൗണിലേക്ക് പോകും തോറും അയോണൈസേഷൻ എൻതാൽപ്പിയുടെ വാല്യൂ ഡിക്ലൈൻ ചെയ്യുക, കുറയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ആ പേരിൽ തന്നെയുണ്ട് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്താണെന്ന്. ഇലക്ട്രോൺ എൻതാൽപ്പി ഈസ് ദ എനർജി released for a 1 mole of a neutral atom in a gaseous state when an electron is accepted by an each atom. അതായത് ഒരു ആറ്റം ഇത് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന എനർജീനെയാണ് നമ്മൾ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജിയാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ഗ്രൂപ്പിൽ താഴേക്ക് പോകും തോറും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ലെസ് നെഗറ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദ മെഷർ ഓഫ് എബിലിറ്റി ഓഫ് എൻ ആറ്റം അട്രാക്ട് എ ഇലക്ട്രോൺ പെയർ ഇൻ എ കോവലന്റ് ബോണ്ട് ടു ഇറ്റ് സെൽഫ്. അതായത് അത് കോവലന്റ് ബോണ്ടിലിരിക്കുന്ന അതിൽ നിന്ന് ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനുള്ള ആ ഒരു ആറ്റത്തിൻ്റെ എബിലിറ്റിനെയാണ് നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇലക്ട്രോനെഗറ്റിവിറ്റി നമ്മൾ ഏറ്റവും ഗ്രൂപ്പിൽ താഴോട്ട് പോകും തോറും ഇലക്ട്രോനെഗറ്റിവിറ്റി ലെസ് നെഗറ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ വാലൻസ് ഇലക്ട്രോൺ. നമുക്കറിയാം ഡിഫറെൻറ്റ് എലമെൻസിന് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ അല്ലെങ്കിൽ അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ അവൈലബിൾ ആയിട്ടുള്ള ഇലക്ട്രോൺസിനെയാണ് നമ്മൾ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോണുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ആണ് ആ ഒരു എലമെൻറ്റിൻ്റെ കമ്പൈനിങ് കപ്പാസിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ തേർഡ് ചാപ്റ്റർ അല്ലെങ്കിൽ പീരിയോഡിക് ടേബിളിൽ നമുക്ക് നോക്കാനുള്ള മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത്. നമുക്ക് 2 സിമ്പിൾ ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ദ അയോണൈസേഷൻ എൻതാൽപ്പി ഓഫ് ദ നോബിൾ ഗ്യാസസ് ഹയർ ഇൻ ദർ റെസ്പെക്റ്റീവ് പീരീഡ്സ്. അതായത് ആ റെസ്പെക്റ്റീവ് പീരീഡ്സിൽ എന്തുകൊണ്ടാണ് നോബിൾ ഗ്യാസിൻ്റെ അയോണൈസേഷൻ എൻതാൽപ്പി എപ്പോഴും ഹയർ ആയിട്ടിരിക്കുന്നതെന്ന്. എന്തുകൊണ്ടായിരിക്കും? നോബിൾ ഗ്യാസസ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോബിൾ ഗ്യാസ് എപ്പോഴും കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ലെങ്കിൽ ഹാഫ്ലി ഫിൽഡ് ആയിരിക്കും. അതുകൊണ്ട് അവർ സ്റ്റേബിൾ ആയതുകൊണ്ടാണ് അവരുടെ അയോണൈസേഷൻ എൻതാൽപ്പി എപ്പോഴും കൂടിയിരിക്കുന്നത്. മറ്റ് എലമെൻസിന് ആ പീരീഡിൽ മറ്റ് എലമെൻസിനെ അപേക്ഷിച്ച് അയോണൈസേഷൻ എൻതാൽപ്പി ഓഫ് നോബിൾ ഗ്യാസ് കൂടാനുള്ള മെയിൻ റീസൺ അവർ സ്റ്റേബിൾ ആയതുകൊണ്ടാണ്. കാരണം അവർ ഒന്നെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും അല്ലെങ്കിൽ പാർഷ്യലി ഫിൽഡ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ആണ്, ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നെയിം ദ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ്. ഏറ്റവും മോസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ് നെയിം ചെയ്യാൻ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ക്ലോറിൻ, ബ്രോമിൻ, ഫ്ലൂറിൻ ആൻഡ് അയഡിൻ. ഫ്ലൂറിനാണ് ഏറ്റവും ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ്. ഓക്കെ, ഫ്ലൂറിനാണ് ഏറ്റവും ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ്. ഇത്രയാണ് നമ്മുടെ തേർഡ് ചാപ്റ്റർ നമുക്ക് കവർ ചെയ്യാനുള്ള മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.